ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്ന് ഹോം സയൻസ് ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നതായിട്ടുള്ളത് ബനാന ഫ്രൈ ആണ്. അപ്പോൾ ഞങ്ങളൊരു 3 കിലോ ബനാന വാങ്ങിയിട്ടുണ്ട്. അത് ചെറുതായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ബാറ്റർ, അതിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. മൈദ 1 കിലോ മൈദ എടുത്തു. അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. കൂടാതെ ജീരകം, കറുത്ത എള്ള, ഒരു ശകലം ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്താണ് ഞങ്ങൾ ഈ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. അപ്പോൾ ഏത്തയ്ക്കാപ്പത്തിനുള്ളതായ ബാറ്ററൊക്കെ തേണ്ട ശരിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം നല്ല ചെറിയ കണ്ടോ ബനാന ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ സ്റ്റൗ ഒക്കെ കത്തിച്ചു, ഒരു പാൻ വെച്ചു. ഇനി ഞങ്ങൾ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോഴാണ് നമ്മൾ എണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായി. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്കാപ്പത്തിൻ്റെ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കുകയാണ്. സൂക്ഷിച്ചോണം, വീട്ടിൽ പോയി ഇതെല്ലാം ഉണ്ടാക്കണം എല്ലാവരും കേട്ടോ. എന്നിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു തരണം. നല്ലോണം ഒന്ന് ഇതായതിന് ശേഷമേ ഉള്ളൂ മറിച്ചിടാൻ പറ്റുള്ളേ. അപ്പം നമ്മുടെ ബനാന ഫ്രൈ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇതെടുക്കുവാണ്, ആദ്യത്തെ ഇട്ടതാണത്. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കൈ പൊള്ളാതെ എടുക്കണം. ഇടുവാണേ. ഇട്ടാൽ നല്ലതാണ്. അതാണിങ്ങനെ ഒരു ബ്ലാക്ക് കളറിൽ വരുന്നത്. പണ്ടൊക്കെ കുഴലപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതാ. അപ്പോൾ ഏത്തയ്ക്കാപ്പൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഊരിയെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഏത്തയ്ക്കാപ്പൊക്കെ ഞങ്ങളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു. നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഇതിന് ഏറ്റവും മനോഹാരിത എന്ന് പറയുന്നത് ഇതിനകത്തെ ആ കറുത്ത എള്ളാണ് അല്ലേ മക്കളെ? അപ്പോൾ എല്ലാവരും ഇനി വീട്ടിൽ പോയി ഇത് ഉണ്ടാക്കണം. നല്ല ക്രിസ്പിയാണ്, നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ ഒരു 3 കിലോ ഏത്തപ്പഴം മേടിച്ചു. ബനാന ഫ്രൈ. എന്നിട്ട് അത് ചെറുതായിട്ട് ചെറിയ പീസായിട്ടാണ് വെച്ചത്. ഇനി മാത്രമേ അത് വേഗത്തുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഭാഗം വേഗാതിരിക്കും അല്ലേ? ഒത്തിരി പഴുത്ത ഏത്തക്ക എടുക്കും. അപ്പോൾ ഒരുപാട് ഇരിക്കുന്ന അങ്ങനെ ഇരിക്കും. കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുന്ന കുറച്ചത് ഒത്തിരി പഴുക്കാത്ത ഏത്തക്ക എടുക്കണം. എന്നിട്ട് ഞാൻ അതിൻ്റെ വാട്ടർ എങ്ങനെയാണ് റെഡിയാക്കിയെന്ന് ചോദിച്ചാൽ, മൈദാ മാവ് എടുത്തു. 1 കിലോ മൈദാ മാവ്, അതിൻ്റെ കൂടെ 1 കപ്പ് അരിപ്പൊടി എടുത്തു. കൂടാതെ മഞ്ഞൾപ്പൊടി, കറുത്ത എള്ള, ജീരകം, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, ഒരു സ്പൂൺ പഞ്ചസാര, ഇതും കൂടെ ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒരു അടുപ്പിൽ കൊണ്ടുപോയി ഞാനൊരു പാൻ വെച്ചു. സ്റ്റൗ ഓണാക്കിയിട്ട് അതിനകത്ത് കുറേ എണ്ണ വെച്ചു. നല്ല ഡീപ് ഫ്രൈ ആണ്, അല്ലാതെ ശകല എണ്ണ കൂട്ടുകയല്ല ചെയ്യുന്നത്. അപ്പം എല്ലാവരെയും കൂടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടാണ്, അറിയാമല്ലോ. അതുപോലെ കൈകൊള്ളും. അതുകൊണ്ട് കുറച്ച് ചേച്ചിമാരെ കൂടെ പോയാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഇതിന് ഞങ്ങൾ ആ എണ്ണ ചൂടായപ്പോൾ ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ബൂസിനും ഉണ്ടാക്കാം. അപ്പം നല്ലൊരു ഏത്തയ്ക്കാപ്പാണ് നമുക്ക് റെഡിയായിരിക്കും. പിന്നെ ഇന്ന് ഓരോ ആഴ്ചയും നമ്മൾ ഓരോ രീതിയിലുള്ള ഫുഡ് തന്നെയെല്ലാം
സഹായിച്ചു തരണം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇത്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഈത്തയ്ക്കപ്പം കഴിക്കാം. ഓക്കെ.